താങ്കളുടെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ഒരു പുനർജനി പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്നാണ് സംസ്ഥാന വിജിലൻസിന്റെ ശുപാർശ. എന്താണ് താഴത്തെ പ്രതികരണം? 100% വേണമെന്നുള്ളതാണ് അഭിപ്രായക്കാരനാണ് ഞാനും. കാരണം എന്താ വെച്ചാൽ ഒന്നും ഒളിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഇതുപോലെയുള്ള അന്വേഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആൾക്കാർക്ക് അറിയാമല്ലോ ഇത് വെറുതെ ആവശ്യമില്ലാത്ത ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയതാണെന്നുള്ളത്. കേരളത്തിൽ എന്തെങ്കിലും പ്രോജക്റ്റ് വരുന്നതിൽ ഇതുപോലുള്ള നന്മയുള്ള പ്രോജക്റ്റുകളൊന്നും എതിർക്കരുന്നുള്ള അഭിപ്രായക്കാരൻ, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തുകൊണ്ടായിരിക്കും ഒരു CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത്? രാഷ്ട്രീയം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ രാഷ്ട്രീയത്തിന് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമായിരിക്കാനേ ചാൻസ് ഉള്ളൂ. പക്ഷേ ഞങ്ങളൊക്കെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല ഇതിൽ. രാഷ്ട്രീയം വിജിലൻസ് അന്വേഷണം നടത്തുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വന്നിരുന്നില്ലേ? വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയി ഒരു ദിവസം 10:30 മണി മുതൽ 3:30 മണി വരെ ഞാൻ അവിടെ ഇരുന്ന് വിജിലൻസിന് എല്ലാ റിപ്പോർട്ടും എഴുതി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്ത ആളാണ്. എന്നിട്ട് അവരൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞു കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വേണം. ഇവിടെ വന്ന് വീട്ടിൽ വന്ന് അവരൊരു ദിവസം ഉച്ച വരെ ഇരുന്ന് അവർ കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പോയി. ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പോൾ അവർക്കൊന്നുമില്ല, ഇതിലൊന്നുമില്ല, ഇത് വേറെ എന്തോ ആണെന്നൊക്കെ പറഞ്ഞ് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഇത് ചെയ്തു. മൂന്നാമത് അവർക്ക് ഓഫീസിൽ വന്ന് എന്തോ ഇൻഫർമേഷൻ വേണമെന്ന് അതിനും ഞാൻ കൊടുക്കാൻ തയ്യാറായി കൊടുത്തു. ഒരു വിഷയം എന്ന് പറയുന്നത് FCRA വയലേഷൻ ആണ് പറയുന്നത്. അങ്ങനെ ഒരു വയലേഷൻ കാരണം UK ഉൾപ്പെടെ പണം സമാഹരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സമാഹരിച്ചിട്ടുണ്ടോ? 20,000 പൗണ്ട് UK നിന്ന് സമാഹരിച്ചിട്ടുണ്ട്. ഈ FCRA വയലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം FCRA എന്താണെന്ന് മനസ്സിലാകണം. ഈ മനസ്സിലാകാത്തൊരു ഈ കുരുടൻ ആനയെ കണ്ട പോലെ വർത്തമാനം പറയുമ്പോൾ ഈ പ്രശ്നം വരുന്നത്. FCRAക്കൊക്കെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഹോം മിനിസ്ട്രിയാണ് FCRA നിയന്ത്രിക്കുന്നത്. അതെല്ലാം 3 മാസം കൂടുമ്പോഴും അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. അതെല്ലാം ഞങ്ങൾ സുതാര്യമായി കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. അതിൽ ഒരു ന്യായ പൈസയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ FCRAയിൽ ഞങ്ങൾ ക്വസ്റ്റ്യനബിളാണ്. ഇത് 2018 ഞങ്ങൾ അല്ലല്ല പറഞ്ഞേക്കൽ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. 2018 ഞങ്ങളുടെ ഇത് നടക്കുന്നത്. 2018 നടന്നതിന് ശേഷം 2023 എൻ്റെ FCRA വീണ്ടും റിന്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും റിന്യൂ ചെയ്യില്ല അവർ. മനസ്സിലായില്ലേ? അപ്പോൾ അതെല്ലാം നടന്ന നിലക്ക് ഇനി എന്താണ് അതിൻ്റെ അടുത്ത് വയലേഷൻ ഉള്ളതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അതിന് ആൻസർ ചെയ്യാൻ തയ്യാറാണ്. ഇതിനകത്തിപ്പം ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെയാണെന്ന് പറയുന്നത് പ്രോജക്റ്റ്. പക്ഷേ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് നിങ്ങളാണെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫൗണ്ടേഷനാണ്. എന്താണ് പ്രതിപക്ഷ നേതാവും ഈ ഫൗണ്ടേഷൻ തമ്മിലുള്ള ബന്ധം? പ്രതിപക്ഷ നേതാവ് ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള എന്നെ വിളിച്ചുകൊണ്ട് ഞാനൊരു റീ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് ഡൊമൈൻ നോളജ് ഉള്ള ഐ എം എ ബേസിക്കലി ബിസിനസ് മാൻ. അതുകൂടാതെ ഞാനൊരു റീ എഞ്ചിനീയറിങ് സ്പെഷ്യലിസ്റ്റാണ്. ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇതെടുക്കാണ് ഒരു സിക്ക് യൂണിറ്റ്സൊക്കെ റിവൈവ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യുക, അതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പം അത് വെച്ചുകൊണ്ടാണ് എന്നെ പ്രതിപക്ഷ നേതാവ് വിളിച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ആദ്യമേ ഞാൻ റിഫ്യൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ഇടപെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള എനിക്ക് അത്രമാത്രം എനിക്ക് VD സതീശൻ അല്ല അതിനു മുമ്പൊക്കെ അദ്ദേഹം പറഞ്ഞ് എന്നെ കണ്ടിട്ട് നേരത്തെ കണ്ടെന്ന് പറയുന്നത്, പക്ഷേ എനിക്കങ്ങനെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കണ്ട് ഇത് കഴിഞ്ഞപ്പോൾ വാസ്താനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കകത്ത് റിസർവേഷൻ ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാനൊരു പൊളിറ്റിക്കൽ ഇതിലേക്ക് വരില്ല. പുള്ളി പറഞ്ഞ് അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്താൽ മതി, ഇതൊരു മോഡൽ പ്രോജക്റ്റായിട്ട് എടുക്കാനാണ് എൻ്റെ ആഗ്രഹം, അതിനുവേണ്ടി നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ്ലി ഡിവാസ്റ്റേറ്റഡ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, അവിടെയുള്ള എന്തോ എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയാണെങ്കിൽ 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണെന്ന് തോന്നുന്നത്. അതിൽ ഏതാണ്ടൊരു 4 പഞ്ചായത്തുകൾ ഫുൾ വെള്ളത്തിൽ പോയി. മുനിസിപ്പാലിറ്റി ഒരു 40%. ഞങ്ങളെ വർക്കിംഗ് മോഡൽ ഞാനൊരു പുതിയ പ്രോജക്റ്റ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ എ ഡിഫറെൻറ്റ് വേ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതിനെ കംപ്ലീറ്റ് സർവേ നടത്തണം. സർവേ നടത്തി അതിൻ്റെ ഫൈൻഡിങ്സ് അറിഞ്ഞിട്ടായിരിക്കും ഇത് ഡയഗ്നോസ് ചെയ്താലും ഒരു സ്ഥാനത്ത് അതിനൊരു ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ഞങ്ങൾ ഈ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇറക്കിക്കൊണ്ട് ഞങ്ങളവിടെ സർവേ നടത്തി അതിൻ്റെ ഫൈൻഡിങ്സിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ കുറച്ച് കിട്ടുന്ന പൈസക്ക് വീടുണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ വീടുണ്ടാക്കി കൊടുക്കുന്നതിൽ മാത്രം ഞാൻ അനുകൂലിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതല്ല, ഇവിടുത്തെ ബിസിനസ് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ്. ഈ ബിസിനസ്സിനെ മുഴുവൻ റിവൈവ് ചെയ്യണം. എന്നുവെച്ചാൽ നമുക്കൊരു റവന്യൂ ഇനി വന്നു കഴിഞ്ഞാൽ ഇത് നടക്കുള്ളൂ. അതിനൊരു മോഡൽ ഉണ്ടാക്കാൻ നല്ലത്. നിങ്ങൾ പറഞ്ഞ മോഡലാണ്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായത്. പുള്ളി അത് നല്ല കാര്യമാണ്, എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ നിങ്ങൾ ഈ മറ്റുള്ളവരെ കാണാം, ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടിട്ട് എങ്ങനെ നോക്കാം. അങ്ങനെയാണ് പുള്ളി വ്യാപാരികളെയും വ്യവസായികളൊക്കെ വിളിച്ചുകൊണ്ട് കുറേ കൂട്ടിയിട്ട് കുറേ ഇതൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസ് ഒരു പുതിയ മോഡൽ ഉണ്ടാക്കി.
ആ വർക്കിംഗ് ക്യാപിറ്റലിൽ എങ്ങനെ കൊടുക്കാന്നുള്ളതിനെ പറ്റിയിട്ട് ഇത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതും പുള്ളിയുടെ ഇടപെടലല്ല. വാസ്തവമാണ് ഈ ഏജൻസീസാണ് എല്ലാം ഇടപെട്ടിരുന്നത്.